എവിടെ പോയാലും ഞാൻ പൊതുഭൂമി സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം ശ്വസിച്ച വായു ശ്വാസം ഫൗണ്ടേഷൻ്റെ ആണെന്ന് എല്ലാ അവസരങ്ങളിലും പറയാറുണ്ട്. ഈ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം കണ്ട ആശ്വസിച്ച ആ വായുവും കണ്ട സ്വപ്നങ്ങളും എൻ്റെ ഭാര്യയും സ്വപ്നങ്ങളും എല്ലാം ഈ ഫൗണ്ടേഷനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് എവിടെ പോയാലും എത്ര അകലെ പോയാലും മനസ്സിൽ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ ഓർമ്മയായിട്ടാണ് ഇപ്പോൾ പറയാറുള്ളത്. അതിൻ്റെ ഒരു സ്നേഹവും കടപ്പാടും നമ്മുടെ എൻ്റെ അച്ഛനോടും നമ്മുടെ പതിനെൻ്റെ അമ്മത്തിനോടും കൃഷ്ണനോടും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടാവും. ഒരുപാട് അനുഭവങ്ങളും സ്നേഹമാണ്. വളരെ കുറച്ച് കാലമാണ് അവിടെ താമസിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അമ്മയിലേക്കൊന്നും പോകേണ്ട ഒരു കാലയളവിന് മുമ്പ് 88 ഒരു ഓണക്കാലത്തൊന്നും പോകേണ്ടി വന്നു. അതിനാടെ ഇഷ്ടപ്രകാരം ഒരു പറച്ച് നല്ല ആയിരുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. കളിച്ച് നടക്കുന്ന ഒരു പ്രായമായിരുന്നു. അടുത്ത് ഒരുപാട് കുട്ടികൾ സ്നേഹിക്കാൻ ഒത്തിരി ആളുകൾ അങ്ങനെ കൂട്ടുകൂടി നടന്ന സമയത്താണ് പറച്ച് കട്ടിയിലേക്ക് പോകുന്നത്. ഒരുപാട് വർഷങ്ങളായിരുന്നു. അതുപോലെ അടുത്ത് കൂട്ടുകാരില്ല, കളിക്കാനായിട്ട് ആളുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിലാണെങ്കിലും ശിവചേട്ടൻ ഞാൻ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ശിവചേട്ടന് ഞാൻ അവിടുന്ന് പോകുന്ന ഒരു വിഷമത്തിൽ ഒരു കത്ത് എഴുതുന്നതായിട്ട് ഞാൻ ഓർക്കുന്നത്. പക്ഷെ അത് കൊടുത്തൊന്നും വിട്ടില്ല. അത് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കത്ത് എഴുതിയായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്ര ഓർമ്മകൾ അവിടെ ഉണ്ട്. ആദ്യമായിട്ട് ടെലിവിഷൻ കാണാൻ പോയതും ജോഷിച്ചേട്ടൻ ഒരു വലിയൊരു അസാന്നിധ്യം ഇവിടെ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് സൈക്കിളിലൊക്കെ കൊണ്ടുപോകുന്നത് ജോഷിച്ചേട്ടനാണ്. കൊണ്ട് നടന്നത് ജോഷിച്ചേട്ടനാണ്. ആദ്യമായിട്ട് മരത്തുമ കയറ്റിയത് ജോഷിച്ചേട്ടനാണ്. അങ്ങനെ ജോഷിച്ചേട്ടനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ 1ാം ക്ലാസ് ചേർത്തത് എൻ്റെ പെങ്ങന്മാരും അച്ഛനമ്മ തിരിച്ചേച്ചിയാണ്. ഇപ്പോൾ പറയാനുണ്ട്. അതെന്താ പറയുക, എനിക്ക് ആ ഒരു സമയം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലെ ഗോപി സാറിൻ്റെ ക്ലാസ്സിൽ 85 ജൂൺ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ഡേറ്റ് ഓർക്കുന്നില്ല. കറക്റ്റ് ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇതിനെ കൊണ്ടുപോയി അതിൽ താഴെയാണ് ക്ലാസ്. ഇവിടെ എന്നെ കൊണ്ടുവന്ന ഗോപി സാറിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തത് തിരിച്ചേച്ചിയാണ്. പിന്നെ ആശാന്റെ അടുത്ത് ഞങ്ങൾ വന്നപ്പോഴേക്കും ആശാന്റെ കാലം കഴിഞ്ഞായിരുന്നു. എങ്കിലും 1-2 ദിവസം ആശാന്റെ അടുത്തിരുന്നു. കൃഷ്ണൻകുട്ടിക്കാരൻ്റെ കുഞ്ഞുസുധീരൻ്റെ വീട്ടിലാണ് വരുന്നത്. കുറച്ച് ദിവസം ഇരുന്നുള്ളൂ. എന്നൊക്കെ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ആശാൻ ആ വഴിക്ക് വന്നിട്ടില്ല. ജിസിക്ക് പ്രിയയ്ക്ക് ആയിരിക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയുന്നത്. ഏറ്റവും അടുത്ത ബാല്യകാല സൈക്കിൾ എന്ന് പറയുന്ന 2 പേരായിരുന്നു. ജിസിയും പ്രിയയായിരുന്നു. അത് ഞാൻ പറഞ്ഞു വരാം. പറഞ്ഞ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് നിർത്താം. ലേസറിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്നില്ല. പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്നത് 10ാം ക്ലാസ്സിലെ ലേസറിനാണ്. ആ തവളച്ചാട്ടത്തിലാണ്. തവളച്ചാട്ടത്തില് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് വളരെ വലിയ ഓർമ്മയുണ്ട്. അത് ലെനീനും സണ്ണിയാണ്. കുറേ ആൾക്കാരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചാടി ഫിനിഷ് പോയിന്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായില്ല. ഫസ്റ്റ് ഒരു സമ്മാനം കിട്ടുന്നത് തവളച്ചാട്ടത്തിന് ഓർക്കുന്നുണ്ട്. പിന്നെ അന്ന് മറക്കാൻ പറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മാഡൻസ് ബസ്സിലാണ് തിരിച്ചു വിടുന്നത്. ക്രിസ്റ്റഫർ ബസ്സിലായിരുന്നു. ക്രിസ്റ്റഫറിൽ കയറ്റി വിടും ഞങ്ങളെ. ഒരു ജാതിയായിട്ട് കുട്ടികളാണ്. ആ വണ്ടി നിറയാൻ അത്ര കുട്ടികൾ ആ നേഴ്സിംഗ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. 15-16 ഞങ്ങൾ കയറ്റി വിടും, പറഞ്ഞു വിടും, ഏൽപ്പിച്ചു വിടും. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ഇറക്കും. രാവിലെ സിസ്റ്റർ വന്നോണ്ട് സിസ്റ്റർ പേരൊക്കെ ഞാൻ പറഞ്ഞു. 2 സിസ്റ്റർമാരോട് പഠിപ്പിക്കാൻ സിസ്റ്റർ പിന്നെ ഒരു അമ്മയുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറം തയ്ക്കാനൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഓക്കെ. അപ്പൊ ഈ തിരിച്ചു വന്ന് മാണച്ചനാണ് പോണത്. അപ്പൊ ഈ മാണച്ചൻ ചേട്ടന്മാരെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. 5 പൈസ തന്നോളൂ. 5 പൈസയാണ് അന്ന് തന്നുവിടുന്നത്. ഒരു ദിവസം ഇങ്ങനെ കളിച്ച് നടന്ന സമയത്ത് ഈ 5 പൈസ അതിന് പോയി. 5 പൈസ പോയി, കളഞ്ഞു പോയി. 5 പൈസ പോയി. ഞാൻ ടെൻഷനായി. നേഴ്സിംഗ് ക്ലാസ് പഠിക്കുന്നതോടും ഞാൻ അന്നത്തെ ടെൻഷൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പൈസ പോയി, എങ്ങനെ തിരിച്ചു പോകും, അങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പ്ലാനിലാണ്. മാണൻസ് ബസ്സാണ്. അപ്പൊ ഇറങ്ങിയിട്ട് ഓടാം, വീട് വരെ ഓടാതെ ഞാൻ പ്ലാൻ ചെയ്തെടുക്കാണ്. അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന്
കൊണ്ടുപോകാൻ ഒരു അമ്മ വരും എല്ലാ ദിവസവും വൈകിട്ട് കൊണ്ടുപോകാനായിട്ട്, അങ്ങനെയല്ലേ? അമ്മ വരും. ഓക്കെ, ഇവരൊക്കെ സമരമുള്ള ദിവസം അവിടെ വലുതാ ഓർക്കണ്ടോ, ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങളെ പുറത്ത് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഇരുത്തി പഠിപ്പിക്കും മ്യൂസിക് ക്ലാസ്സിൽ. ഞങ്ങൾ സമയം എടുക്കുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നു പോകുന്നതൊക്കെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്ന് ഭാഗ്യം പോലെ വന്നത് ഗൗരി ചേച്ചിയാണ്. ഗൗരി ചേച്ചി അവിടെ ഉണ്ട്. ഗൗരി ചേച്ചി വന്നത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ചില ദിവസമൊക്കെ അച്ഛനൊക്കെ വന്ന ദിവസം തൊട്ടപ്പുറം ചായക്കട ഉണ്ടായിരുന്നല്ലോ. ആ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അച്ഛനൊക്കെ ചായ വാങ്ങിച്ചു തരാറുണ്ട്. ബോർഡൊക്കെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഒന്നും ഉണ്ടായിക്കൊള്ളു, അതുകൊണ്ടായിരിക്കട്ടോ. അപ്പൊ എന്തായാലും ഈ ഗൗരി ചേച്ചി വന്നു. ഈ 5 പൈസ പോയി എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ രഹസ്യമായിട്ട് പ്രിയയുടെ അടുത്ത് പറയുന്നത്, പ്രിയ എൻ്റെ 5 പൈസ തന്നു. അപ്പൊ നിന്റെ അമ്മോട് പറഞ്ഞിട്ട് 5 പൈസ എനിക്ക് വാങ്ങിച്ചു തരണം, വാങ്ങിച്ചു തരണമെന്ന് പ്രിയോട് പോയി പറഞ്ഞു. ആ പ്രിയ അമ്മോട് പറഞ്ഞത് കുട്ടൻ്റെ 5 പൈസ കണ്ടുപോയി, കുട്ടൻ്റെ ഇങ്ങനെ വീട്ടിലെത്തിക്കണം അടുത്തോടെ എന്ന് വെച്ചിട്ട് 5 പൈസ എനിക്ക് തന്നു. ഞങ്ങളുടെ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. ഷീനാന്റിയുടെ ഓർമ്മ, കുളിക്കാൻ പോകുമ്പോൾ കുട്ടിനെ കൊണ്ടുപോകുന്നതന്നെ. ഞാൻ തവളപ്പെട്ടിൻ്റെ കാര്യമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഷീനാന്റിനെ മറക്കാൻ പറ്റില്ല, എന്നെ കൂട്ട് കൊണ്ടുപോകുന്നത് കുളിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഈ ഷീനാന്റി കുളിക്കുമ്പോൾ ഞാൻ ആ തവളപ്പൊട്ടലുകൾ ഇങ്ങനെ കയറി ഇങ്ങനെ വരും. അന്ന് മീനാണോ പൊട്ടലാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇതിനെ പിടിച്ചിരിക്കാണ്ടായില്ലോ. അപ്പൂപ്പും വരുമ്പോൾ കുളിക്കാൻ അതിൻ്റെ കൂട്ടുണ്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ കടയുണ്ട്, കപ്പലണ്ടി മിഠായി വാങ്ങിച്ചു തരും. ചേച്ചിമാർക്ക് കൊടുക്കില്ല, ശരിക്കും ബിന്ദു ചേച്ചി കൊടുക്കില്ല. എനിക്ക് ചേച്ചി ഭയങ്കര കളിയായതുകൊണ്ട് പിന്നാലെ പതുക്കെ വന്ന് എൻ്റെ കൈ തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം അപ്പോൾ കുറേ ചീത്ത വിളിക്കും ചേച്ചീനെ, എനിക്ക് വേറെ വാങ്ങിച്ചു. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ എനിക്ക് അതൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ അവർ ചെന്ന പറഞ്ഞ പോലെ ഇത് വേറൊരു സംഗതിയായിട്ടുള്ള എഴുത്താണ്. ഞാൻ എഴുതി വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ എനിക്ക് അതിനകത്തേക്ക് എത്താനുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. വേറൊരു സബ്ജക്റ്റ് വേറെ ഇതായതുകൊണ്ട് എന്തെങ്കിലും അത് കിടക്കുന്നുണ്ട്. ഞാനത് തുടർച്ചയാണ്. 1ാം ഭാഗമായിട്ടുള്ളൂ. ഈ 2ാം ഭാഗം 3ാം ഭാഗം 4ാം ഭാഗമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ ഓർമ്മയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 88 പോയെങ്കിലും സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ചുറ്റിപ്പറ്റിക്കുന്ന ഒരുപാട് സ്നേഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ മനസ്സിലുണ്ട്. നമ്മുടെ 15 മാത്രമല്ല, 2ാം ബ്ലോക്ക് ഉണ്ട്, 10ാം ബ്ലോക്ക്, ഒരു പ്ലാനേഷൻ മൊത്തം കുഞ്ഞുശ്രുതികൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ കുഞ്ഞുശ്രുതികളെ കോഴി പേരിടുന്നല്ലേ, സിന്ധു ബിന്ദു എന്നൊക്കെ കോഴിക്ക് പേരിടും. പേരിടുന്നുണ്ടോ? ഏറ്റവും വലിയ സ്വന്തധാരിയാണ്. പിന്നെ കുഞ്ഞുശ്രുതി പ്രത്യേകതയുണ്ട്. ഒരു കുടുംബത്തിന് 3 പേരൊക്കെ ഒപ്പം പഠിച്ചിട്ടുണ്ട്. വേറെ ഒരാളുണ്ട്, പ്രദീപ്. ദിസം പഠിച്ചിട്ടില്ല, പ്രദീപ് അവരൊക്കെ 3 പേര് പഠിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ പഠിച്ചിട്ടുണ്ട്, ശ്രീലയുടെ പ്രിയയുടെ കൂടെ 3 പേരുടെ കൂടെ. അതൊക്കെ അവരുടെ ഭാഗ്യമല്ല, അവരുടെ ഭാഗ്യമാണ് പ്രിയയുടെ. അപ്പം പറഞ്ഞാൽ തീരില്ല. എന്തായാലും ഒത്തിരി ഓരോരുത്തരും ഇങ്ങനെ കുത്തിവെച്ച് വേണം ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ സ്നേഹങ്ങളുണ്ട്. അത്ര ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കുറ്റം പറഞ്ഞു. അത് വേറെ ഒന്നല്ല, അത് അത്ര വലിയ എഴുത്തൊന്നുമല്ല, ഇത്ര വലിയ പുസ്തകമല്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ വെക്കട്ടെ. അപ്പം അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ സന്ദർഭവും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. നിങ്ങളാണത് പൂരിപ്പിച്ചത്. കുറവുകളുണ്ടാവും തീർച്ചയായിട്ടും. പൂർണ്ണമായിട്ട് ഒരു ഓർമ്മയും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നിങ്ങളൊക്കെ വായിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എങ്കിലും ഒരു നഴ്സറിക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. സമരമുള്ള ദിവസം വലിയ കോലാഹലമായിട്ട് സ്കൂൾ ബസ് വരുന്നതും, ഞാൻ ആ പഠിക്കാൻ പോയി നിൽക്കുന്നതും, എല്ലാവരും നടന്നു വരുന്നത്, ട്യൂഷനൊക്കെ നടന്നു വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉപ്പുമാവ്, കമ്പപ്പൊടിയുടെ ഉപ്പുമാവല്ലേ ഉണ്ടായിരുന്നത്? അതെ, ആ ഉപ്പുമാവ് കൊണ്ട് എനിക്ക് കൊണ്ടുതരും ചേച്ചിമാര്. ഓക്കെ അത് കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സുർജൻ ഒരു മുറിക്കൈയും ഷർട്ട് ഇട്ടിട്ടൊക്കെ വരുന്ന ഓർമ്മയുണ്ട്. കഞ്ഞി പയറൊക്കെ അതിന് ശേഷം ഈ കമ്പപ്പൊടിയുടെ ഉപ്പുമാവാണെന്ന് നോക്കുന്നത്. കമ്പപ്പൊടിയുടെ ഉപ്പുമാവ് ചേച്ചിമാരിൽ കൊണ്ടുവരും. അതായത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ സമയം ഒരുപാട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 2 പരിപാടി വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. പക്ഷേ ഓരോരുത്തരും പേര് എടുത്ത് പറയാവുന്ന അത്രയും ഓർമ്മകൾ അവിടെയുണ്ട്. എനിക്ക് തോന്നിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാസ് ചേട്ടൻ അവിടെ തേക്കിന്ന് വരാണ്. അപ്പൊ ചേച്ചി ഒരു
എന്തോ ഒരു നീർക്കോടിയാണോ അറിയില്ല, പാമ്പിനെ പിടിക്കാൻ പോവാണ്. അപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോ മോളെ പിടിക്കല്ലേ പാമ്പാണെന്ന് പറയാണ്. അപ്പൊ ഞാൻ പിടിച്ചില്ലെങ്കിൽ ചേട്ടന് പിടിക്കാനല്ലേ എന്ന്. അപ്പൊ ഒരുപാട് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയെ പറ്റി ഒരുപാട് ഓർമ്മയുണ്ട്. പോസ്റ്റ് ഓഫീസില് ഒരിക്കൽ അച്ഛൻ എന്തോ ഒരു കത്ത് കൊടുത്തു. അപ്പൊ അച്ഛനൊരു തമാശ പറഞ്ഞിട്ട് മോള് ചെന്നിട്ട് അവിടെ ഒരു ഓട്ടയുണ്ട്, അവിടെ വിളിച്ചു പറയണം, ഇത് പെട്ടെന്ന് അവിടെ എത്തണോന്ന് വിളിച്ചു പറയണമെന്ന്. അച്ഛനെ അനുസരിക്കണമെന്നുണ്ട് ചേച്ചി കൃത്യമായിട്ട് തന്നെ അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞു കത്തിട്ട് ഇത് പെട്ടെന്ന് നാളെ തന്നെ എത്തണോന്ന്. അപ്പൊ അന്നത്തെ പോസ്റ്റ് മാസ്റ്റർ ഇല്ലേ, അപ്പൊ പുള്ളി പറയാണ് അത്ര നിർബന്ധമാണ് മോളെ വിളി കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മണമാവനെ വിളിച്ചതും ഒക്കെ ഒരുപാട്. രാജകുമാരനെ ചേച്ചി തനിക്കൊന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. രാജകുമാരൻ ആ വെയിറ്റിംഗ് ഷെഡിന്റെ വലിയ ദൂരം അത്ര ഉണ്ടായിരുന്നു. ബ്രൂസ്ലി എന്ന് പറഞ്ഞ പട്ടിയായിരുന്നു അല്ലേ മലമാവ് പിടിച്ചത്. മലമാവ് അത് ഓർക്കുന്ന പഠിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇട്ടേ അല്ലേ? പാൽപ്പരയുടെ അവിടെ ആയിരുന്നില്ലേ? എന്തായാലും അങ്ങനെ ഒരുപാട് പട്ടിയുടെയും പൂച്ചയുടെയും കുരങ്ങന്റെ ഓർമ്മകൾ വരെ ഉണ്ട്. കുരങ്ങന്റെ ഓർമ്മ, കുരങ്ങൻ ഉണ്ടായിരുന്ന മഞ്ജുവിന്റെ കുരങ്ങുണ്ടായിരുന്നു. ആ ഓർക്കണം, കുരങ്ങനെ ഓർക്കുന്നുണ്ട്. അച്ഛനെ കൃത്യമായിട്ട് ഓർക്കണം, ഞാൻ കുരങ്ങിന്റെ കാര്യം ഓർക്കുന്നുണ്ട്. എന്തായാലും ഓക്കെ എന്തായാലും അടുത്താണ് സ്നേഹം സന്തോഷം ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും വാങ്ങാൻ ഞാൻ ക്ഷണിച്ചേണ്ടേ എത്തിക്കാണ്.